രാവിലെ എഴുന്നേറ്റ് വന്ന് നമ്മൾ ജെല്ലൊക്കെ ഒന്ന് തുറന്ന് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് നിൽക്കുന്ന കാണുമ്പോൾ നോക്കിക്ക് എന്ത് രസമാണെന്ന്. നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറും, ടെൻഷനും മാറും, നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു ഉന്മേഷവും കിട്ടും. ഇപ്പം കണ്ടില്ലേ നമ്മുടെ മുറ്റത്ത് തന്നെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ നിൽക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷവും ഒരു ഭംഗിയും ഒക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചെയ്ത് നോക്കണം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പയറിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. പയറിനെ കുറിച്ച് ഇഷ്ടം പോലെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാണെന്ന് ചോദിച്ചേക്കരുത് കേട്ടോ, കാരണം ഇതിനകത്ത് നല്ല ടിപ്സുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണം. ഇനി പയർ പിടിക്കുന്നില്ല എന്നുള്ള പരാതിയൊന്നും ആരും പറഞ്ഞേക്കരുത്. അപ്പോൾ ഇഷ്ടം പോലെ പയർ പിടിക്കാനുള്ള വിദ്യകളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പയറിൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ അതിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കസിൻ ബ്രദർ പറഞ്ഞ ഒരു പരിഹാര മാർഗ്ഗമാണ് മുഞ്ഞയ്ക്കെതിരെയുള്ള ഒരു പരിഹാര മാർഗ്ഗം. അതെന്ന് വെച്ചാൽ നമ്മുടെ കപ്പളങ്ങ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ളത് ഓമയ്ക്ക, പപ്പിത, പല പേരിൽ അറിയപ്പെടും, കപ്പളങ്ങ എന്നൊക്കെ അറിയപ്പെടും. പപ്പായയുടെ ഇല എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് മുറിച്ച് ഒരു കുപ്പിക്കകത്ത് ഇട്ടിട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് അങ്ങ് ഇട്ടേക്കുക. ഒരു 4-5 ദിവസം അതിൽ കിടന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചീഞ്ഞ് വരും. അപ്പോൾ ആ ഇലയുടെയും വെള്ളത്തിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറും. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്തിട്ട് നേർപ്പിച്ച് നമ്മളെന്തുകൊണ്ടെന്ന് അറിയാമോ, ഒരു കുപ്പിയിലോ സ്പ്രേയറിലോ ആക്കിയിട്ട് ഇതിനകത്ത് സ്പ്രേ ചെയ്താൽ നമ്മുടെ മുഞ്ഞ ആണെങ്കിൽ ഏറ്റവും ഭയങ്കര ഒരു ആക്രമണകാരിയാണ് ഈ പയറിനകത്ത്. നമ്മളങ്ങോട്ട് പയറും പൂവും കായും ഒക്കെ അങ്ങോട്ട് വരാവുന്ന സമയത്തായിരിക്കും ഈ മുഞ്ഞ വരുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. പിന്നെ നമുക്ക് ഈ പയർ കൃഷി ചെയ്യണമെന്ന് പോലും തോന്നില്ല, അത്ര കഷ്ടമാണത്. അത് ഒന്നാമത് നമ്മുടെ നിരീക്ഷണം വേണം, രണ്ടാമതാണ് പിന്നെ ഈ മരുന്നിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ രീതി ഞാൻ കാണിച്ചു തരാം, അത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അതുകൊണ്ട് പപ്പായയുടെ 5 ഇല എടുത്തിട്ടുണ്ട്, കണ്ടല്ലേ. അത് നമ്മൾ എന്തുവേണമെന്ന് അറിയാമോ, ചെറുതായിട്ട് കൈ കൊണ്ട് അങ്ങ് പിച്ചിട്ടിരുന്നാൽ മതി. പ്ലാസ്റ്റിക് ടിന്നുകളൊക്കെ കാണുമല്ലോ. അപ്പം പഴയതൊക്കെ നമ്മളിനി പഴയതുകാരെ കൊടുക്കാനായിട്ട് തിരക്കിയിരിക്കാതെ നമുക്ക് ഇതൊക്കെ ഇനി വീട്ടിലെ വേസ്റ്റൊക്കെ വളം ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാം, കീടനാശിനികൾ ഉണ്ടാക്കുന്നതും. അപ്പം അതിൻ്റെ എല്ലാ ഭാഗവും അങ്ങ് ഇട്ടു. നമ്മളിത് വെള്ളം ഒഴിച്ച് അടച്ചൊരു 3-4 ദിവസം വെച്ചേക്കാം. അങ്ങ് മുങ്ങിയിരുന്നോട്ടെ. ഇതൊരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നിറമൊക്കെ അങ്ങ് നല്ലതുപോലെ ഇളകും. എന്നിട്ട് നമ്മൾ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇത് പിഴിഞ്ഞെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു സ്മെല്ല് കാണും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. എന്നിട്ട് ഇത് എടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നമുക്കതിനകത്ത് ഈ മുഞ്ഞയ്ക്ക് സ്പ്രേ ചെയ്താൽ മുഞ്ഞയ്ക്ക് നല്ല മാറ്റം ഉണ്ടാകും. അപ്പോൾ നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ പയറിനകത്തൊക്കെ പുഴുവിൻ്റെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അപ്ടെക്കിൻ്റെ വിവേറിയ, എപ്പോഴും വിവേറിയ എന്ന് ഞാൻ പറയാറുണ്ട്. ഇതാണ് സാധനം. ഇത് നിങ്ങൾ 5 ml എടുത്തിട്ട്, കുഞ്ഞുങ്ങളുടെയൊക്കെ മരുന്നിൻ്റെയൊക്കെ അടപ്പുകൾ കാണുമല്ലോ, അതിനകത്ത് 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ചെടിയിലേക്ക് സമൂലം ചുവട്ടിലും പൂവിലും കായലും ഒക്കെ ആയിട്ട്, ഇത് ജൈവ കീടനാശിനിയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നിങ്ങൾ സ്പ്രേ ചെയ്താൽ പുഴുവിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടും. ഉറുമ്പുകൾ, പുഴുവ്, അതിൻ്റെയൊക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇതിപ്പം വേപ്പെണ്ണയാണിത്, നിംബിസിഡിൻ എന്ന് പറയുന്ന വേപ്പെണ്ണ. ഇത് എന്താണെന്നറിയാമോ, ഇതും അതേപോലെ തന്നെ 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതും നല്ലൊരു പ്രയോജനം ചെയ്യുന്നതാണ്, പുഴുവിനും ഉറുമ്പിനും എല്ലാത്തിനും നല്ലതാണ് ഇത്. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കായൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇല നുള്ളി കൊടുക്കണമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അപ്പം പഴയ ആൾക്കാർക്ക്, എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന സ്ഥിരം ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഞാൻ ചെയ്യുന്ന ഓരോ ടിപ്സൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് നല്ല ഇതായിട്ട് വിളവൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ എന്ന് വെച്ചാൽ ഈ ഓരോ ഇലകൾ നമ്മളത് പറിച്ചു മാറ്റണം. ഇലയെന്ന് വെച്ചാൽ അതിൻ്റെ തണ്ടോടുകൂടി ഒടിക്കേണ്ട, ഈ ഇല മാത്രം ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി. കണ്ടില്ലേ ഈ ഇല നമുക്ക് തോരനും വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഈ കൂടുതൽ ഇല നിൽക്കുന്നിടത്തുനിന്ന് നമ്മൾ ഓരോ ഇലകൾ അങ്ങ് പിച്ച് മാറ്റിയാൽ അത് ആ കൊമ്പിൽ നിന്ന് നല്ലതുപോലെ പയറിങ്ങനെ വന്നോളും. അപ്പോൾ നമ്മൾ ഈ പയറിൻ്റെ ഇല പിച്ചുമ്പോഴും ഇവിടുന്നേ നമ്മൾ പിച്ചുണ്ട കേട്ടോ, ഇത്രയും ഭാഗത്തുനിന്നേ നമ്മൾ പിച്ചുണ്ട്. ഈ ഇല മാത്രം ഇങ്ങനെ നുള്ളി എടുത്താൽ മാത്രം മതി. ഇല മാത്രം ഇങ്ങനെ നുള്ളി എടുത്താൽ ഇഷ്ടം പോലെ പയർ നമുക്ക് പിടിക്കും.
അതുപോലെ തന്നെ പിന്നെ പയറിൻ്റെ തുമ്പ് ഭാഗം നമ്മൾ പടർന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു തുമ്പ് ഭാഗം നമ്മൾ ഒടിച്ചു കൊടുത്താൽ ഈ മുട്ട് നിൽക്കണം അവിടെ. എന്നിട്ട് അതിൻ്റെ തുമ്പത്തുനിന്ന് നമ്മൾ ഇങ്ങനെ പിച്ച് കളഞ്ഞാൽ മതി. പിന്നെ ഇഷ്ടം പോലെ കൊമ്പുകൾ വന്നോളും. അപ്പോൾ ഈ മാർഗ്ഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി പയർ പിടിച്ചില്ല എന്നും പറഞ്ഞേക്കരുതേ. അപ്പോൾ ഇതിൽ നിന്ന് പിച്ചുന്ന ഇല നമുക്ക് പരിപ്പ് കറി വയ്ക്കുകയോ തോരൻ വയ്ക്കുകയോ ഒക്കെ ചെയ്യാം. വെറുതെ കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വള്ളി വീശി വരുന്നത്, വള്ളി ഉണ്ടല്ലോ, ഇതിൻ്റെ വള്ളി ഇങ്ങനെ വീശി വരുന്ന വള്ളികൾ നമ്മൾ വെറുതെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇട്ടേക്കാതെ നമ്മളൊരു കയറിനകത്തോട്ട് അതിനെ ചുറ്റിച്ചു കൊടുക്കണം. ചകിരിയുടെ കയറുണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക്കിനേക്കാൾ നല്ലത്. കാരണം ഇതിനകത്ത് നല്ലതുപോലെ അള്ളിപ്പിടിച്ച് ഇങ്ങനെ അങ്ങ് പടർന്നങ്ങ് പൊക്കോളും. അതിൻ്റെ പന്തലിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കയ്യിൽ തുണിയോ വാഴവള്ളിയോ ഒക്കെ ചെയ്യാമെന്ന്. പക്ഷേ ഞാനത് ദാരിദ്ര്യ രൂപത്തിലൊന്നും പറഞ്ഞൊന്നും അല്ല കേട്ടോ. അത് നല്ല രീതിയിൽ എടുക്കുക. കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റാത്തവർ കാണും, ഹസ്ബൻഡൊന്നും വീട്ടിൽ ഇല്ലാത്തവർ കാണും. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കൃഷി ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് പറഞ്ഞൊരു മാർഗ്ഗമാണെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കയറ് മേടിക്കാമെന്നുണ്ടെങ്കിൽ കയറ് തന്നെ വാങ്ങിച്ചോളുക, അല്ലെന്നുണ്ടെങ്കിൽ ആ വിദ്യയും പ്രയോഗിച്ചോളുക. ഞാൻ എല്ലാ വിദ്യകളും പ്രയോഗിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത്. എങ്ങനെയെങ്കിലും പച്ചക്കറികളൊക്കെ പിടിപ്പിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിതൊക്കെ കാണിച്ചു തരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയും പിച്ച് കളഞ്ഞിട്ട് തണ്ട് ഒടിച്ച് കളഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങിയാൽ പോരാ കേട്ടോ. അതിൻ്റെ ചുവട്ടിൽ വളമൊക്കെ കൊടുക്കണം. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. തറയിലാണെങ്കിലും ഗ്രോ ബാഗിനകത്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആഴ്ച ഒരു പ്രാവശ്യമെങ്കിലും അതിൻ്റെ ചുവടൊക്കെ ഒന്ന് മണ്ണിളക്കി കൊടുത്ത് നോക്കിയാൽ നമ്മുടെ എല്ലാ പച്ചക്കറികളും നല്ല തഴപ്പോടെ വളരുന്നത് കാണാം. തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് ചെയ്യാം. അപ്പം വീട്ടിൽ എല്ലാവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പം പിന്നെ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ തന്നെ ഉള്ളെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കൊച്ചു കൈക്കുന്താലിയോ അല്ലെങ്കിൽ കൊച്ചൊരു കത്തിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈ പയറിൻ്റെയൊക്കെ വെണ്ടയ്ക്കയുടെ ഒക്കെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ വളപ്രയോഗമൊക്കെ നടത്താവുന്നതാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ വളം. ഇതിൻ്റെ വളം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും പ്രയോജനമായിട്ട് തോന്നിയത് നമ്മളുണ്ടാക്കിയ ജൈവ സ്ലറിയാണ്. കാരണം അതിനകത്ത് പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ കടല പിണ്ണാക്ക്, ചാണകം കൂടെ നമ്മൾ കലക്കി 5 ദിവസം വെച്ചിരുന്നിട്ട് അത് പിറ്റേന്ന് മുതൽ നമ്മൾ 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അത് കലക്കി ഓരോന്നിൻ്റെയും മൂട്ടിൽ കൊണ്ടുവന്ന് ഒഴിക്കുക. അതേപോലെ കൊണ്ടുവന്ന് ഒഴിക്കരുത്, കൂടുതൽ കാ പിടിക്കുമെന്ന് കരുതിയിട്ട് അതേപോലെ കൊണ്ടുവന്ന് ഒഴിക്കുകയും ചെയ്യരുത്. നല്ലതുപോലെ 3 ഇരട്ടി വെള്ളം ചേർത്തിട്ടെങ്കിൽ നമ്മുടെ പിന്നെ ഓരോന്നിൻ്റെയും വലിപ്പത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവുകൾ ക്രമീകരിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒന്ന് വെച്ചിട്ട് ഇരട്ടിയല്ല, 3 ഇരട്ടിയോ 4 ഇരട്ടിയോ വെള്ളമൊക്കെ ചേർത്തിട്ട് ഓരോന്നിൻ്റെയും കടയ്ക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലതുപോലെ വിളവും തരും, നല്ലതുപോലെ പൂവും പിടിക്കും, കായും പിടിക്കും, നല്ല പച്ചപ്പായിരിക്കും നമ്മുടെ മുറ്റത്ത് കാണാനായിട്ട് ഇത് ഒഴിച്ചു കൊടുത്താൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്ത്. കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് നമ്മളൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അതിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇത് ജൈവവളം കൊടുക്കുക, പിന്നെ നമ്മുടെ ജൈവ കമ്പോസ്റ്റ് കൊടുക്കുക. അങ്ങനെ നമുക്ക് മാറി മാറി എന്തെങ്കിലും കൊടുക്കാം. കൈവളമൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മാതിരി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിന് കൈവളം, ഇടയ്ക്ക് സ്വല്പം ചാരം കൊണ്ടുവന്നിട്ട് കൊടുക്കാം. അതൊക്കെ ചെയ്യുമ്പോഴെന്ത് വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. വെറുതെ അതിൻ്റെ മണ്ണിൻ്റെ മേളിൽ കൊണ്ടിട്ടേക്കാതെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ നമുക്ക് പയറൊക്കെ ഉണ്ടായിക്കോളും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വേറെ പിന്നെ വെള്ളീച്ച, പയറിനകത്ത് വെള്ളീച്ച വരാറുണ്ട്, ചാഴി വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ ഉള്ളി, നമ്മുടെ വീട്ടിലരിയുന്ന സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു ഡബയ്ക്കകത്താക്കി വെച്ചിരുന്നാൽ, ഒരു കുപ്പിക്കകത്ത് നമ്മൾ എല്ലാം ഇട്ട് അടച്ച് വെള്ളം ഒഴിച്ചങ്ങ് വെച്ചിരുന്നാൽ അതിൻ്റെ വെള്ളം എടുത്തിട്ട് ഇതിന് സ്പ്രേ ചെയ്താൽ അതും മുഞ്ഞയ്ക്കും വെള്ളീച്ചയ്ക്കും ഒക്കെ നല്ലൊരു മരുന്നാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പയർ നിങ്ങളുടെ വീട്ടിൽ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ കണ്ടില്ലേ നിൽക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എന്ത് സന്തോഷം. അതാണ്ട് കണ്ടില്ലേ. നിങ്ങൾ വിചാരിക്കും മിനിക്ക് എല്ലാത്തിലും അങ്ങ് സന്തോഷമാണെന്ന്. സത്യം, ഇത് ഇപ്പം കുറേ പേര് ഈ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ സന്തോഷത്തിൻ്റെ വിലയൊക്കെ ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും പച്ചക്കറി കൃഷിയിലോട്ട് വന്നിട്ടുണ്ട്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്ക് കമൻറ്റ് വായിക്കുമ്പോൾ അറിയാൻ പറ്റും, നിങ്ങൾ ഓരോരുത്തരും വിളിക്കുമ്പം തന്നെ എനിക്ക് എന്ത് സ്നേഹത്തോടെ അവർ വിളിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ ഇഷ്ടം പോലെ പച്ചക്കറികൾ വീട്ടിലുണ്ടാക്കാൻ സാധിച്ചു. ഞങ്ങളിപ്പം പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല, ഇതാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വിളിക്കാറുണ്ട്. അപ്പം ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര ഉത്സാഹം കേട്ടോ. അവർക്ക് ഇപ്പം പത്തനാപുരത്ത് നിന്ന് ഒരു റീജു അലക്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി മണ്ണെ തൊട്ടിട്ടുമില്ല, എന്താണെന്ന് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം, അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുകയാണ്.
അപ്പോൾ എല്ലാവരും ഇതേപോലെ കൃഷികളൊക്കെ ചെയ്യുക. ഇപ്പോൾ സ്കൂളിൽ പോയാലും കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുഞ്ഞുങ്ങളൊക്കെ ചെയ്യട്ടെ, എല്ലാവരും ചെയ്യണം. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ ഇവരും മരുന്നുമൊക്കെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നടാനും വെള്ളം നനയ്ക്കാനും മണ്ണ് കൊത്തിക്കളയ്ക്കാനും വളമിടാനും നേരത്തെയൊക്കെ ചാണകമൊക്കെ കണ്ട് അറപ്പായിരുന്നു. ഇപ്പോൾ അവർക്കതെല്ലാം മാറി. ഇപ്പം അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇതിനകത്തൊക്കെ. അച്ഛനാണെങ്കിൽ എല്ലാ സപ്പോർട്ടും എല്ലാം ചെയ്തു തരാറുണ്ട്. അതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഒന്ന് മുന്നിട്ടിറങ്ങിയാൽ നമുക്ക് വേണ്ടതായ പച്ചക്കറികളൊക്കെ നമുക്ക് തന്നെ നമ്മുടെ പറമ്പിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വരുമ്പോൾ അങ്ങ് കൂടിപ്പോയി. എനിക്ക് കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങ് നിർത്താൻ പറ്റത്തില്ല. അതെൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പയർ പറിച്ചും കൂടെ എടുക്കാം. എന്താ പറിക്കുന്നത് വിഷമമാണെങ്കിലും ഇങ്ങനെ നിർത്താൻ പറ്റത്തില്ലല്ലോ, നമുക്ക് കറിയും കൂടെ ആവണ്ടേ. ഇതുപോലെ 5-6 പയറൊക്കെ നമ്മളങ്ങോട്ട് നട്ട് കൊടുത്താൽ ഇഷ്ടം പോലെ പയർ നമുക്ക് കിട്ടും അല്ലേ. നമുക്ക് തോരൻ വയ്ക്കുമോ, മെഴുക്കുവരട്ടി ഉണ്ടാക്കിയോ, നമുക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണമെന്നുണ്ടാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ഇതുണ്ട് ചുവട് മുതലേ നല്ല പയർ നിൽക്കുന്നുണ്ടല്ലോ. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പയറൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മളങ്ങ് കഴിച്ചു തീർക്കാതെ നമ്മൾ വിത്തിന് നിർത്തിയേക്കണം. ഇപ്പം നമ്മുടെ അയലത്തുകാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിത്തിന് വേണമെന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാം. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ തന്നെ കഴിച്ചങ്ങ് തീർക്കാതെ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യാം. അങ്ങനെ പല രൂപത്തിൽ നമ്മൾ ഈ സമയം പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫോട്ടോ കർണാടകയിൽ നിന്ന് ഫേസ് ആണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ നല്ല പൂക്കളും പച്ചക്കറി കൃഷികൾ അവരിപ്പോൾ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേങ്കിൽ അവർ പണ്ട് മുതലേ വീട്ടിൽ നല്ല വൃത്തിക്കായിട്ട് ഗാർഡൻ ഒരുക്കിയിട്ടുണ്ട്. ആ ഗാർഡൻ കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ പൂച്ച, തത്ത ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. കാണാൻ കുറേ ഫോട്ടോസ് ഫേസ് അയച്ചു തന്നിട്ടുണ്ട്. ഫേസ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. അവർ ഉമ്മച്ചിയും പെങ്ങളും ഫേസും ഇതിനകത്ത് ഭയങ്കര താല്പര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല രസമാണ് എല്ലാം കാണാൻ കേട്ടോ. പലതരത്തിലുള്ള നിത്യ കല്യാണികൾ, ബോഗൻവില്ല, പലതരത്തിലുള്ള പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം നിങ്ങളും ഇതേപോലെ നിങ്ങളുടെ ഗാർഡനിലുള്ള പച്ചക്കറികളും അതേപോലെ തന്നെ ചെടികളുടെയൊക്കെ ഫോട്ടോസ് അയച്ചു തന്നാൽ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് പിന്നെ കണ്ടിട്ട് വെറുതെ പേജ് മറിച്ച് കളയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഇപ്പം മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെയും കാണിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ ഇതേപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വിദ്യകളൊക്കെ ഒന്ന് പ്രയോഗിക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഈ വിദ്യകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി എൻ്റെ വീഡിയോസൊക്കെ ട്രെൻഡിലെന്ന ആപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.